ശ്രീപത്മനാഭ, ഇന്നിതുവരെ എന്റെ കയ്യിൽ കാരണ പോലും തടഞ്ഞില്ലല്ലോ. കണികാണം നേരം കമലാനേത്രന്റെ നിർത്തണോ? ഈ വണ്ടിക്ക് ലൈറ്റ് ഇല്ലോടോ? വേണ്ട, ഇപ്പൊ പകലല്ലേ. അപ്പൊ ഇത് തന്നെയല്ലേ താൻ രാത്രിയിൽ ഓടിക്കില്ല? അത് വേറെ വണ്ടിയുണ്ട്. ഏത് സമയത്ത് ലൈറ്റ് വേണ്ട. ഇതിന് ബ്രേക്കൂല്ലോടോ? നിയമലംഘനമാണിത്. തന്റെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്യുമെന്ന്. കേസ് തെറ്റിയ സെക്കൻഡ് ക്ലാസ് വരുന്നത്. ഞാൻ നോക്കിക്കോളാം. തനിക്ക് IPC എന്താണെന്നറിയാമോ? ഇത് തന്നെ എന്നോട് വക്കീൽ അദ്ദേഹം ചോദിച്ചു. പിള്ളേരല്ലേ, നിയമവശമൊന്നും വലിയ പിടിയുണ്ടാവില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ല, IPC മാത്രം അറിഞ്ഞാൽ മതിയോ അതല്ല VIPC കൂടി അറിയണോ? അതെന്തൊരു അതറിയില്ല. കേട്ടോളൂ, നാട്ടിൽ നടക്കുന്ന തുക്കട അലവല കേസുകളുണ്ടല്ലോ, അതും തന്നെ പോലുള്ളവർ ചാർജ് ചെയ്യുന്ന കേസിന്റെ പേരാണ് IPC. പറഞ്ഞു, വലിയ വലിയ പണക്കാരുടെ മേലുള്ള വലിയ വലിയ കേസുകളുണ്ടല്ലോ, പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് പ്ലെയിനിൽ കൊണ്ടുവരിക, അതിന്റെ പേരാണ് VIPC. അതായത് വെരി ഇമ്പോർട്ടന്റ് കേസ്. ദാറ്റ് മീൻസ് അതന്നെ ഞാൻ പറഞ്ഞു. അതന്നെ ഞാൻ പറയാം. എന്റെ പൊന്നു കിട്ടുമ്പോഴേ അതുപോലെ ഒരു കേസ്, ഒരു സൂട്ട് കേസ് എന്റെ പേരിൽ ചാർജ് ചെയ്യും. എനിക്ക് പ്ലെയിനിൽ കയറാനുള്ള പൂജ ഉണ്ടാണ്. അത് നടപ്പില്ല. അങ്ങനെ ഒരു ചാൻസ് വന്നാലേ ഈ SP മാരായിരിക്കും പ്രതി അറസ്റ്റ് ചെയ്യാൻ പോവാ. അത് പോട്ടെ. തന്റെ സ്വഭാവം താമായിട്ടില്ല അല്ലേ? തന്നെ എഴുതിന്നെ എനിക്കും നേരം വെളുത്തതിന് ശേഷം നയാ പൈസ കിട്ടിയില്ല. എന്ന് നമുക്ക് ഒരുമിച്ച് ചുറ്റാ. എന്നൊരു കാര്യം ചെയ്യാം. കിട്ടുന്നതിന്റെ പാല് തനിക്കും പാചി എനിക്കും. അതൊക്കെ പറയണോ? വല്ലതും കേൾക്കും. ഒരുത്തം വരുന്നു. റിപ്പറാണെന്നാ തോന്നുന്നത്. റിപ്പർ? എന്ത് റിപ്പർ? കൊട റിപ്പർ, വാച്ച് റിപ്പർ? താൻ എന്ത് റിപ്പറെ പറ്റി പറയുന്നു? കാപ്പി. കാപ്പി. ഇവിടുന്ന് വല്ലവരും കാണും. എന്താ? ഈ വലിയവരുടെ മനസ്സും പാവങ്ങളുടെ ഭാവിയും നിശ്ചയിക്കാനാവില്ല. കുടുംബനില വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ പടി ചവിട്ടാനുള്ള യോഗ്യത മരുമകനില്ല. എന്നിട്ടും എന്റെ മകളെ അവന് കൊടുത്തുല്ലേ? അതെന്തിനാന്ന് ഞാൻ പറയാം. എടാ, ചരിത്രത്തിൽ ഒരു അലക്സാണ്ടർ ഉണ്ടായിരുന്നു. വെട്ടിപ്പിടിക്കാൻ രാജ്യമില്ലാഞ്ഞ് പൊട്ടിക്കരഞ്ഞവൻ. മാർഗത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ അലക്സാണ്ടറും വ്യത്യസ്തനല്ലടാ. ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. എടാ മടയാ, അവനൊരു വിജിലൻസ് ഓഫീസറാണ്. എന്റെ മകൾക്ക് അവനെ ഭർത്താവാക്കിയത് എന്റെ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഉപകരണമാക്കാനാണ്. മനസ്സിലായോ? ക്ഷീണോ? സാരം, ഈ ക്ഷീണം ഞാൻ ഇപ്പൊ മാറ്റി. അയ്യോ, ആരെങ്കിലും കാണുമെന്ന വിചാരം പോലും ഇല്ല. പേടിക്കുന്നതിന് നാട്ടുകാരും വീട്ടുകാരും നമുക്ക് ലൈസൻസ് തന്നതല്ലേ, പിന്നെന്താ? लीजिए महाराज, आपका पसंद का माल आ गया है.
ये तो वही हीरे हैं जिसके बारे में मैंने आपसे कहा था। ഓ जी। ഛോ, അല്പനേരം വെറുതെ ഇരിക്കില്ല. ഇരിക്കൂലേ? അല്ല, എന്താ അവിടെ ഒരു ബഹളം? അപ്പച്ചന്റെ ഏതോ ബിസിനസ് പാർട്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിനകത്ത് വെച്ചാണോ നടത്തുന്നത്? നോൺസെൻസ്. ദേ, എന്റെ അപ്പച്ചനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അപ്പോഴേക്ക് പെണ്ണ് ചൂടായല്ലോ. ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ എന്തെങ്കിലും നടക്കട്ടെ, നമുക്കെന്താ? എന്നാലും അങ്ങനെയല്ലോ. നിന്റെ അപ്പച്ചന്റെ സംഗീത ബിസിനസ് എന്താണെന്ന് എനിക്ക് കൂടി ഒന്ന് അറിയണമല്ലോ. എന്താ? ये भी देख लीजिए। ये तो लाल है। एक और भी है, देखिए। ये भी सुंदर है। बहुत सुंदर। ये असली माल है? जी हाँ। ഹലോ, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഐ എം ടോണി സ്പീക്കിംഗ്. വെരി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. അതെ, യാ ഉടനെ വരണം. ലക്ഷക്കണക്കിന് രൂപയുടെ രത്നങ്ങളാണ് ബിസിനസ് ആകുന്നത്. ഉടനെ പുറപ്പെടണം. അതെ. എടാ പട്ടി, നിന്നെ ഞാൻ മരുമനാക്കിയത് എന്നെ ഒറ്റിക്കൊടുക്കാനല്ല. ഒരു വിജിലൻസ് ഓഫീസർ എന്ന നിലയിൽ നീ എന്നെ പരമാവധി സഹായിക്കുമെന്ന് ഞാൻ കരുതി. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ഉത്തരവാദിത്തമുള്ള ഒരു വിജിലൻസ് ഓഫീസറാണ്. എനിക്ക് എന്റെ ചുമതലകളാണ് മുഖ്യം. ഡോണ്ട് ടോക്ക് നോൺസെൻസ്. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. എടാ, അട്ടേ പിടിച്ച മെത്തേ കിടത്തി. നിനക്ക് സ്വപ്നം കാണാനാവത്താണ് എന്റെ മകളും അളവന്റെ സ്വത്തും. എന്നിട്ടും നീ നിങ്ങളുടെ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിൽക്കാമെന്ന എഗ്രിമെന്റ് എനിക്കില്ലായിരുന്നു. അത് പറഞ്ഞ് നീ എന്നെ തോപ്പിക്കാമെന്നാണോ? അല്ല, കൊള്ള ആര് ചെയ്താലും എനിക്ക് ഒരുപോലെയാണ്. മുഖം നോക്കാൻ നടപടിയെടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഓഹോ, ഞാൻ അത് നിന്നെ വിട്ടുവയ്ക്കലടാ. നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ? എന്റെ ബിസിനസ്സിൽ കൈയെടുത്തുന്നവൻ ആരായാലും ശരി, അവൻ എന്റെ ശത്രുവാണ്. എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. Shut up. ടോണി, ഇനിയും നിനക്ക് ഒരവസരം കൂടി തരാം. നല്ലപോലെ ആലോചിച്ച് നോക്കൂ. നിന്റെ ജീവനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. ക്ഷമിക്കണം, എനിക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ മകളാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് എന്റെ ചുമതലകൾ. ഓഹോ, നീ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല അല്ലേ? ഇക്കാര്യത്തിൽ തീർച്ചയായുമില്ല. ടോണി, 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 ടോണി. എടീ, റോയ് പറഞ്ഞത് നേരാണോ? നീ മത്തായിയെ സംസാരിച്ചോന്നു? സംസാരിച്ചു. സമൂഹത്തിന്റെ മുന്നിൽ അവനൊരു കൊലയാളിയാണ്. സത്യത്തിന്റെ മുന്നിൽ മത്തായി നിരപരാധിയാണെന്ന് അപ്പച്ചൻ അറിയാമല്ലോ. നിനക്ക് സ്വാതന്ത്ര്യം കൂടെ കൂടിപ്പോയി. എന്ത് സ്വാതന്ത്ര്യം? ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകുന്നതോ? അപ്പച്ചന്റെ ക്രൂരതകൾ പുറത്തറിയുമെന്ന് കരുതിയില്ലേ എന്നെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? എന്നെ എന്തിനെ ദ്രോഹിക്കുന്നു? എന്നെ ആത്മഹത്യ ചെയ്യാനെങ്കിലും സമ്മതിക്കൂ, അല്ലെങ്കിൽ എന്നെ കൂടെ അങ്ങ് കൊല്ലൂ. അതും ചെയ്യാൻ ഞാൻ മടിക്കില്ല. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ അപ്പച്ചന്റെ കൈകൊണ്ട് ഞാൻ മരിക്കാം. എന്റെ ഭർത്താവിനെ കൊന്ന ആ കൈകൊണ്ട് ഞാൻ മരിക്കാം. കൊല്ലൂ മോളെ.